ജുമാ മോസ്ക് എന്നും ഫ്രൈഡേ മോസ്ക് എന്നും അറിയപ്പെടുന്ന ദേവാലയം 2013 ഈ വിധം ഇതിന്റെ പുനർനിർമ്മാണം പൂർത്തിയായത്. വലിയ ചരിത്രമുള്ളൊരു മോസ്ക്. അസർബൈജാനിൽ നിലവിലുള്ള ഏറ്റവും പഴക്കം ചെന്ന മോസ്കുകളിൽ പ്രമുഖ സ്ഥാനമാണ് ഇതിനുള്ളത്. പടവുകളിറങ്ങി ഞാൻ മോസ്കിലേക്ക് നടന്നു. AD 743 ഖലീഫയായിരുന്ന ഖാലിദ് ഇബൻ വാലിയാദാണ് ഇവിടെ ഒരു മോസ്ക് നിർമ്മിച്ചതെന്നാണ് ചരിത്രം. കോക്കസസ് മേഖലയിൽ ഇസ്ലാം മതം പ്രചരിച്ചു തുടങ്ങിയ കാലമായിരുന്നു അത്. അറബി നാട്ടിൽ നിന്നും തന്റെ സഹോദരൻ മുസ്ലിം ഇബൻ വാലിയാദ് ഷമാക്കിയിലേക്ക് വരുന്നതിന്റെ ആദരസൂചകമായാണ് ഖാലിദ് ഇബൻ വാലിയാദ് മോസ്ക് നിർമ്മിച്ചതെന്നാണ് രേഖകൾ. പ്രവേശനം സംബന്ധിച്ച് നിബന്ധനകളൊന്നുമില്ല. ഞാൻ മോസ്കിനകത്തേക്ക് നടന്നു. വലിയ ഹാൾ, വാതിലിന് അഭിമുഖമായി വലിയ മിറാബ്, വിലയേറിയ കല്ലുകളും കണ്ണാടി ചില്ലുകളും ഉപയോഗിച്ചുള്ള അലങ്കാരപ്പണികൾ കൊണ്ട് സമൃദ്ധമാണ് മിറാബ്. ഒമാനിലും അബുദാബിയിലുമെല്ലാമുള്ള ആധുനികമായ മോസ്കുകളുടെ അത്ര പ്രൗഢിയോ ആഡംബരത്വമോ ഈ മോസ്കിൽ കാണുന്നില്ല. ലാളിത്യമാർന്ന എന്നാൽ ഒരു ചരിത്ര മന്ദിരത്തിന് യോജിച്ച നിർമ്മിതി. നിലത്ത് അസർബൈജാനി പരവതാനി തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. 1400-ലേറെ വർഷങ്ങളുടെ ചരിത്രമുള്ള മോസ്ക്. ഇവിടെ ആദ്യ മോസ്ക് നിർമ്മിച്ച് പിന്നെയും അരനൂറ്റാണ്ടിന് ശേഷമാണ് ഷിർവാൻ ഷാ രാജവംശം ഉദയം ചെയ്യുന്നത്. ഖലീഫമാരും അവരുടെ പ്രതിനിധികളും ഭരിച്ചുവന്ന കോക്കസസ് മേഖലയുടെ അധികാരം ഷിർവാൻ ഷാ വംശം ഏറ്റെടുത്തതോടെ അവർ ഈ മോസ്കിനെ പുനരുദ്ധരിച്ചു. കോക്കസസ് മേഖലയിൽ യുദ്ധങ്ങൾ പതിവായിരുന്ന കാലമായിരുന്നു അത്. 12-ാം നൂറ്റാണ്ടിൽ ജോർജിയൻ ഗോത്രങ്ങൾ ഷമാഖി ആക്രമിച്ചപ്പോൾ അവർ ഇവിടെയുണ്ടായിരുന്ന മോസ്ക് പൂർണ്ണമായും തകർത്തുകളഞ്ഞിരുന്നു. ജോർജിയൻ ഗോത്രസൈന്യം തകർത്തുകളഞ്ഞ മോസ്ക് പിന്നീട് ഷിർവാൻ ഷാ രാജവംശം പുനർനിർമ്മിച്ചു.